എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ബോറേനെയും അതേപോലെ തന്നെ ഊഹേനെയും കാണിച്ചുകൊണ്ടാണ്. രണ്ടുപേരും കൂടി ഇപ്പോൾ ഒരു റൈഡിലായിട്ട് ഇരിക്കുമായിരുന്നു. അവിടെയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ബോറയ്ക്കുണ്ടല്ലോ സന്തോഷമുണ്ട്, അതേപോലെ തന്നെ സങ്കടമുണ്ട്. സന്തോഷം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഊഹേനെ ഭയങ്കര ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് തന്നെ അവൻ അടുത്ത് വന്നിരുന്നതിൽ അവൾക്ക് നല്ല സന്തോഷമുണ്ട്. എന്നാൽ അതേപോലെ തന്നെ അവളുടെ ഫ്രണ്ടിൻ്റെ ക്രഷ് കൂടിയല്ലേ അവൻ. അപ്പോൾ പിന്നെ അവൾക്കാണെങ്കിൽ മനസ്സമാധാനമായിട്ട് സന്തോഷിക്കാനും പറ്റാത്ത അങ്ങനെ ഒരു വിയേർഡ് ഫീലിങ്ങിലാണ് നമ്മുടെ ബോറ ഇപ്പോൾ ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഊഹയ്ക്കാണെങ്കിൽ ഹൈറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ്. എന്നിട്ടും അവനാണെങ്കിൽ റിസ്ക് എടുത്തിട്ട് നമ്മുടെ ബോറയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ റൈഡിൽ കയറാൻ വേണ്ടിയിട്ട് തന്നെ വന്നേ. അവൻ്റെ പേടി കാണുന്നേ നമ്മുടെ ബോറ ഭയങ്കരമായിട്ട് ഷോക്കായി പോകും. അങ്ങനെ രണ്ടുപേരും റൈഡൊക്കെ കഴിഞ്ഞിട്ട് താഴെ വന്ന് നിൽക്കുന്നേ നമ്മുടെ ഊഹയാണെങ്കിൽ ബോറ എടുത്ത് സംസാരിക്കും. അവൻ പറയും, ഞാനാണെങ്കിൽ ഈ ആഴ്ച തന്നെ എൻ്റെ അമ്മയുടെ അടുത്ത് സ്വിറ്റ്സർലൻഡിലോട്ട് പോവുകയാണ്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ബോറ ഭയങ്കര ഷോക്കായി പോവും. അവളാണെങ്കിൽ അവിടെ വലിയ റിയാക്ഷൻ ഒന്നും കൊടുക്കത്തില്ല. അവളിങ്ങനെ മിണ്ടാണ്ട് നോയിക്കൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ നമ്മളുടെ ബോറയ്ക്കാണെങ്കിൽ നല്ല സങ്കടവും വരുന്നുണ്ട്. അപ്പോൾ അവൾ പറയും, ആഹാ നല്ല കാര്യമല്ലേ, നീ പോയിട്ട് വാ. ഇത് കേൾക്കുന്നേ നമ്മുടെ ഊഹ ചോദിക്കും, നിനക്ക് എന്താ ഇത് കേട്ടിട്ട് സങ്കടമൊന്നുമില്ലേ, നീ ഹാപ്പിയാണോ? അപ്പോൾ നമ്മുടെ ബോറ പറയും, ഞാൻ ഹാപ്പിയാണ്, നീ നിൻ്റെ ബ്രദറിനെ കാണാൻ പോവുമല്ലേ, അതാലോചിച്ചിട്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട്, നീ ധൈര്യമായിട്ടും പോയിട്ട് വാ. ഇത് കേൾക്കുന്നേ ഊഹ പറയും, ഞാൻ വിചാരിച്ചത് നീ സങ്കടപ്പെടും, ഇപ്പോൾ നിലവിളിക്കും എന്നൊക്കെയാണ്, നിനക്കപ്പോൾ അങ്ങനെയുള്ള യാതൊരു ഫീലിങ്ങും ഇല്ല അല്ലേ, അപ്പം പിന്നെ ശരി ഞാൻ എന്തായിരുന്നാലും പോകുവാണ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഊഹ ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ബോറയ്ക്ക് നല്ല വിഷമമുണ്ടല്ലോ, അവൾ അതൊന്നും കാണിക്കാത്ത. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ബോറയും അതേപോലെ തന്നെ യൂനും കൂടി ഒരുമിച്ച് നടക്കുന്നതാണ്. അവരിങ്ങനെ നടന്നു പോകുന്നതും യൂനാണെങ്കിൽ ബോറയെടുത്ത് ചോദിക്കും, എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കാനുണ്ട്, നീ എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും മറച്ചു വയ്ക്കുന്നുണ്ടോ? അപ്പോൾ നമ്മളുടെ ബോറ ചോദിക്കും, നീ എന്തിനെ പറ്റി ഈ പറയുന്നത്? അപ്പോൾ നമ്മുടെ യൂനാണെങ്കിൽ ഒരു മടിയും കൂടാണ്ട് അവളുടെ അടുത്ത് ഡയറക്റ്റായിട്ട് ചോദിക്കും, നിനക്ക് ഊഹേനെ ഇഷ്ടമാണോ? അപ്പോൾ നമ്മുടെ ബോറയ്ക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. അവൾ വേഗം തന്നെ വിചാരിക്കും, ഇനിയും ഞാൻ മറച്ചു വെച്ചിട്ട് യാതൊരു കാര്യവും ഇല്ലയെന്നും പറഞ്ഞിട്ട് അവൾ പറയും, അത് കുറച്ച് നാളത്തേക്കായിരുന്നു, ഞാനിപ്പോൾ അവനെ മറന്നു, എനിക്കിപ്പോൾ അവനെ ഇഷ്ടമല്ല എന്ന്. അപ്പോൾ നമ്മുടെ യൂൻ പറയും, നീ ഇപ്പോൾ പറയുന്നത് ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? നീ ഇത് നേരത്തെ പറയാൻ എന്താ നിനക്ക് അവനെ ഇഷ്ടമാണ് എന്ന്? നീ ഇത് പറയാത്തത് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ നിന്നിലുള്ള വിശ്വാസം എല്ലാം പോയെന്നും പറഞ്ഞിട്ട് അവളും ഭയങ്കര ഇമോഷണലായി സംസാരിക്കും. ഉടനെ തന്നെ നമ്മുടെ ബോറ പറയും, ഞാൻ നിൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാ, പക്ഷേ നീ ആണെങ്കിൽ ഇപ്പോഴല്ലേ സർജറി കഴിഞ്ഞിട്ട് വന്നേ, ആ ഒരൊറ്റ കാരണം കൊണ്ടാ ഞാൻ നിൻ്റെ അടുത്ത് പറയാഞ്ഞത്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനിയനാണെങ്കിൽ അങ്ങ് ഭയങ്കര സങ്കടം വരും. അവളാണെങ്കിൽ ചോദിക്കും, ഓഹോ അപ്പോൾ എന്നെ കാരണമാണല്ലേ നീ ആ പ്രേമത്തിനെ തന്നെ വേണ്ടാന്ന് വെച്ച്. അപ്പോൾ നമ്മളുടെ ബോറ പറയും, നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു ചെറുക്കം കയറി വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്? അത് വെച്ചിട്ട് നമ്മളുടെ റിലേഷൻ തന്നെ ബ്രേക്കായി പോയി കഴിഞ്ഞാൽ അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കൂടി പറ്റത്തില്ല എന്ന്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ യൂന ഭയങ്കര ഇമോഷണലായിട്ട് പറയും, നീ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നീ എപ്പോഴും എന്നെപ്പറ്റി മാത്രം ആലോചിക്കുന്നത് എന്താ? ഞാൻ നിൻ്റെ ഫ്രണ്ടല്ലേ, എനിക്ക് നിന്നെപ്പറ്റിയും കെയർ ചെയ്യാനുള്ള അവകാശമില്ലേ? ഞാൻ നിൻ്റെ സന്തോഷം നോക്കേണ്ടതായിട്ടുണ്ട്. നീ ഇത്രയും കാലവും എന്നെ എപ്പോഴും ഒരു കെയർ ടേക്കറിനെ പോലെ ഒരു നേഴ്സിനെ പോലെ ആ കൂടെ നടന്നിട്ടുള്ള എൻ്റെ ഫ്രണ്ട് ആവാൻ നീ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. എപ്പോഴും നീ എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് പേടിച്ചാൽ നടക്കുന്നത്. എനിക്കാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ യൂനാണെങ്കിൽ അവിടെ നിന്ന് പിണങ്ങി അങ്ങ് പോകും. സത്യം പറഞ്ഞാൽ ഇത് കാണുന്നത് നമ്മുടെ ബോറയ്ക്ക് ഭയങ്കര സങ്കടമാകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂനാണെങ്കിൽ അവളുടെ വീട്ടിലായിട്ട് വന്നിട്ട് സിസ്റ്റം എടുത്ത് വെച്ച് നോക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ബോറയുണ്ടല്ലോ യൂനിൻ്റെ അടുത്താണെങ്കിൽ ഊഹേനെ പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മളുടെ ഈ യൂനിനാണെങ്കിൽ ഊഹേനെ ഇഷ്ടമാണെന്ന് അറിഞ്ഞതിന് ശേഷം നമ്മുടെ ബോറ വന്നിട്ട് ഈ മെസ്സേജ് എല്ലാം ഡിലീറ്റ് ആക്കി കളഞ്ഞു. ഇപ്പം നമ്മുടെ യൂൻ വന്നിട്ട് ആ ഫോൾഡറിനകത്തായിട്ട് ചെക്ക് ചെയ്ത് നോക്കും, അതായത് റീസെൻ്റ് ആയിട്ട് ഡിലീറ്റ് ആക്കി എന്തെങ്കിലും ഉണ്ടോ എന്ന്. അതിനകത്ത് അവൾ വായിക്കും, അതായത് നമ്മളുടെ ബോറയാണെങ്കിൽ ഊഹേനെ പറ്റി എഴുതിയേക്കുന്നതല്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂനിൻ ഇത് വായിക്കുമ്പോൾ ഭയങ്കര സങ്കടമാവും. എങ്കിലും അവൾ അതെല്ലാം ഇരുന്ന് വായിച്ചു നോക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ നമ്മളുടെ യൂനാണെങ്കിൽ ഊഹേനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. എന്നിട്ട് അവളാണെങ്കിൽ ഊഹേനെ പിടിച്ചിരുത്തി സംസാരിക്കും. അവൾ പറയും, നിനക്കറിയായിരിക്കും എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഊഹയ്ക്ക് എന്ത് പറയണമെന്നറിയത്തില്ല. അവനാണെങ്കിൽ യൂനിൻ്റെ പേര് ഇങ്ങനെ വിക്കി വിക്കി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവൾ പറയും, എനിക്കറിയാം നിനക്കിപ്പോൾ എൻ്റെ അടുത്ത് മറുപടി ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന്. അതേപോലെ തന്നെ ബോറയ്ക്ക് നിന്നെ ഇഷ്ടമാണ്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഊഹ ചോദിക്കും, നീ എന്തോ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ നമ്മുടെ യൂൻ പറയും, അവൾ നിൻ്റെ അടുത്ത് കള്ളം പറഞ്ഞതാ, യഥാർത്ഥത്തിൽ അവൾക്ക് നല്ലതുപോലെ അറിയായിരുന്നു എനിക്ക് നിന്നെ ഇഷ്ടമാ എന്ന്. അതിൻ്റെ പേരിലാണ് അവൾ നിൻ്റെ അടുത്ത് കള്ളം പറഞ്ഞത്, നിന്നെ ഇഷ്ടമല്ല എന്ന് നടിച്ചത്. ഇത്രയും കാലം അവൾ എൻ്റെ പുറവേ ഒരു നേഴ്സിനെ പോലെ ഒരു അമ്മേനെ പോലെ കൊണ്ട് നടന്നേ. എനിക്ക് എന്ത് ഫുഡാണോ ഇഷ്ടമുള്ളത് അത് അവളും കഴിക്കും. അതേപോലെ തന്നെ അവൾക്ക് ഏതെങ്കിലും ഒരു ഫുഡ് ഇഷ്ടമാണ്, അതെനിക്ക് കഴിച്ചുകൂടാത്തതാണെങ്കിൽ അവൾ എല്ലാവരെയും മുമ്പിൽ വെച്ചിട്ട് കള്ളം പറയും, അതവൾക്ക് ഇഷ്ടമല്ല എന്ന്. അതേപോലെയാണ് എൻ്റെ ബോറ. അവൾ എപ്പോഴും എന്നെ ഫേവർ ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. നിനക്ക്
നിനക്കറിയാവോ, പണ്ടൊരിക്കൽ ഞങ്ങളൊരു ക്യാമ്പിന് പോയ സമയത്ത് ഞാനാണെങ്കിൽ അവിടെ വെച്ച് ബോധം കെട്ടങ്ങ് വീണു. ആ സമയത്ത് എന്നെ ബോറയാ എടുത്തോണ്ട് വന്നത്, അതും അവളുടെ മുതുകത്തായിട്ട്. അവൾക്ക് ആ സമയത്ത് 12 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു അവൾക്ക് നല്ലതുപോലെ വേദനിച്ച് കാണുമെന്ന്. എങ്കിലും അവളാണെങ്കിൽ അന്ന് എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞു, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ ഓക്കെയാണ് എന്ന്. അതേപോലെ തന്നെ ബോറ എപ്പോഴും എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നത്. നീ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട, അവൾക്ക് നിന്നെ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ നമ്മളുടെ യൂൻ അവിടെ തുറന്നു പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ ഊഹയാണെങ്കിൽ നേരെ നമ്മുടെ ബോറനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവനാണെങ്കിൽ നാളത്തെ ദിവസം തന്നെയായിരുന്നു സ്വിറ്റ്സർലൻഡിലോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ കയ്യിൽ വേറെ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മളുടെ ബോറയുടെ വീടിന് മുമ്പിൽ എത്തുമ്പോൾ എന്തുവാ അവിടെ എങ്ങും ആരെയും കാണത്തില്ല. എന്തുവാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ബോറയുടെ അനിയത്തിയില്ലേ, അവനാണെങ്കിൽ ചെറുതായിട്ടൊരു ആക്സിഡൻ്റ് ആയിരുന്നു. അതിൻ്റെ പേരിൽ എല്ലാവരും അവനെയും കൊണ്ട് ആശുപത്രിയിൽ വന്നേക്കുക. ഇതൊന്നും നമ്മളുടെ ഊഹ അറിയത്തില്ല. അവനാണെങ്കിൽ അന്നത്തെ ദിവസം രാത്രി ഫുള്ള് നമ്മളുടെ ബോറയുടെ വീടിന് മുമ്പിലായിട്ട് വെയിറ്റ് ചെയ്യും, അവളെ കണ്ടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ നമ്മുടെ ബോറയാണെങ്കിൽ നേരെ സ്കൂളിലോട്ട് വരുന്നതാണ്. അവിടെ വരുന്നതും അവിടെയായിട്ട് നമ്മളുടെ ബോറയാണെങ്കിൽ യൂനിനെ കാണും. അവക്കാണെങ്കിൽ നമ്മളുടെ യൂനിൻ്റെ അടുത്ത് ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും ഇപ്പം അടിയാണല്ലോ, അതുകൊണ്ട് തന്നെ രണ്ടുപേരും നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മളുടെ ബോറയാണെങ്കിൽ അവിടെയെല്ലാം നമ്മളുടെ ഊഹേനെ തിരഞ്ഞു നോക്കും. കാര്യം അവനെ കണ്ട് അവക്കും സത്യങ്ങളെല്ലാം തുറന്നു പറയണമായിരുന്നല്ലോ. എന്നാൽ നമ്മളുടെ ബോറ എത്ര തിരക്കിയിട്ടും അവൻ്റെ പൊടി പോലും കാണത്തില്ല. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ നമ്മളുടെ യൂനാണെങ്കിൽ അവിടെ ബോധം കെട്ടങ്ങ് വീഴും. ഇത് കാണുന്നേ നമ്മുടെ ബോറയാണെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കത്തില്ല. വേഗം തന്നെ നമ്മുടെ യൂനിനെ അവളുടെ തോളിലായിട്ട് എടുത്തു വെച്ചിട്ട് അവിടെ നിന്ന് ഓടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനാണെങ്കിൽ സ്റ്റെയർ ഇറങ്ങുന്നതും പറയും, നിർത്ത് എന്നെ ഇവിടെ നിർത്തുക എന്ന്. അപ്പം നമ്മുടെ ബോറ ചോദിക്കും, ഇവിടെ എന്തോ സംഭവിക്കുന്നത്, നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അപ്പം നമ്മുടെ യൂൻ പറയും, എനിക്ക് സത്യം പറഞ്ഞാൽ അഭിനയിക്കാനൊന്നും അറിയത്തില്ല, അഭിനയിക്കുന്ന എന്ത് പാടാ. ഇന്നത്തെ ദിവസമാണ് ഊഹയാണെങ്കിൽ ഇവിടെ നിന്ന് സ്വിറ്റ്സർലൻഡ് പോകുന്നത്, നീ വേഗം തന്നെ അവിടോട്ട് ചെല്ല്. അവനാണെങ്കിൽ ഇപ്പോൾ ട്രെയിൻ കയറാൻ വേണ്ടി നിൽക്കുമായിരിക്കും, നിന്നെ വെയിറ്റ് ചെയ്തായിരിക്കും അവൻ നിൽക്കുന്നത്. വെച്ച് താമസിപ്പിക്കാതെ അവൻ്റെ അടുത്തോട്ട് ചെല്ലുക, എല്ലാ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ക്ലിയർ ആക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂനാണെങ്കിൽ ബോറനെ പറഞ്ഞു വിടും. സത്യം പറഞ്ഞാൽ നമ്മുടെ ബോറയ്ക്കാണെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാനുള്ള ഒരു അവസരമാണ് നമ്മുടെ യൂനിപ്പോൾ ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെ നമ്മുടെ ബോറ പുറത്തോട്ടിറങ്ങി നോക്കുമ്പോൾ എന്തുവാ അവിടെയായിട്ട് നമ്മുടെ ജിന്നിക്ക് വേണം അവളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ബോറയാണെങ്കിൽ വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് വരുന്നതും ജിന്ന് പറയും, കണ്ടോ അവസാനം എന്നെ നീ ഡ്രൈവറും ആക്കി എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ ബോറേനെയും കൊണ്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങും. ഇപ്പം നമ്മുടെ ജിന്നിൻ്റെ ഡ്രൈവിംഗ് സ്കില്ലൊക്കെ നല്ലതുപോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അവൻ നല്ല സ്പീഡിൽ തന്നെ ഓടിച്ച് ഇവളെ ആണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലായിട്ട് കൊണ്ടുവന്നാക്കും. നമ്മുടെ ബോറ നോക്കുമ്പോൾ എന്തുവാ അതിലേ നമ്മുടെ ഊഹ ഇങ്ങനെ നടന്നു പോവുകയാണ്. അവൾ വേഗം തന്നെ നമ്മുടെ ഊഹ ട്രെയിനിൽ കയറുന്നതിന് മുന്നേ കാണണ്ടേ, അങ്ങനെ അവൾ ഓടി വരാനായിട്ട് തുടങ്ങും. എന്നിട്ട് നമ്മുടെ ഊഹയുടെ പുറകെ എന്നിട്ട് ഇവൻ്റെ പേര് വിളിക്കും. ഇവൻ്റെ പേര് കേൾക്കുന്നേ നമ്മുടെ ഊഹ അങ്ങ് തിരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ബോറ അവൻ്റെ അടുത്തായിട്ട് വന്നിട്ട് അവൻ്റെ അടുത്ത് ഒരുപാട് സോറിയൊക്കെ പറയും. അവൾ പറയും, ഞാനാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ആദ്യമായിട്ട് പ്ലാൻ ചെയ്ത സിനിമയ്ക്ക് വന്നില്ല, പോരാത്തതിന് അതിൻ്റെ കാരണവും ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞില്ല. അതേപോലെ തന്നെ നീ സ്വിറ്റ്സർലാൻഡ് പോവുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് തോന്നിയത്. എന്നിട്ട് ഞാൻ നിൻ്റെ അടുത്ത് കള്ളം പറയുകയോ ചെയ്തേ, ഞാൻ നല്ല സ്ട്രോങ് ആണ് എന്ന്, എന്നോട് നീ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവൾ ഒത്തിരി സോറി പറയും. ഇതൊക്കെ കേൾക്കുന്നേ ഊഹ അവളുടെ അടുത്ത് പറയും, നീ എന്തിനാ ഇത്രയും സോറി പറയുന്നത്, പകരമായിട്ട് നിനക്ക് എന്നെ ഇഷ്ടമാണെന്നങ്ങ് പറഞ്ഞാൽ പോരെ. അപ്പോൾ നമ്മളുടെ ബോറ ചോദിക്കും, അല്ല ഇത്രയും ആൾക്കാരെ നടുക്ക് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് നിൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഊഹയാണെങ്കിൽ അവിടെ പറയും, ദാ ഇതേപോലെ എന്ന് പറഞ്ഞിട്ട് അവനവിടെ വിളിച്ചു കൂകി ഐ ലവ് യു ബോറ എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ബോറയാണെങ്കിൽ തിരിച്ച് ഐ ലവ് യു ടു എന്ന് പെതുക്കെ പറയും. അതേ സമയത്ത് തന്നെ കറക്റ്റായിട്ട് ട്രെയിനും അതിലേ പോവും. ഇത് കാണുന്നതും വേഗം തന്നെ നമ്മളുടെ ഊഹ പറയും, നീ പറഞ്ഞത് ഞാൻ വ്യക്തമായിട്ട് കേട്ടില്ല, കുറച്ചുകൂടി ഉറക്ക പറയാന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ബോറയാണെങ്കിൽ ഉറക്ക വിളിച്ചു കൂവിയിട്ട് ഐ ലവ് യു ഊഹ എന്ന് പറയും. സത്യം പറഞ്ഞാൽ രണ്ടുപേർക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഉടനെ തന്നെ ഊഹയാണെങ്കിൽ ഇവളുടെ അടുത്ത് വന്ന് ഇവളുടെ കണ്ണൊക്കെ തുടച്ചിട്ട് പറയും, നീ വിഷമിക്കണ്ട, ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരും, നമുക്ക് രണ്ടുപേർക്കും ഉടനെ തന്നെ മീറ്റ് ചെയ്യാം. സത്യത്തിൽ ഇവർ രണ്ടുപേരും ഇപ്പോഴും അങ്ങോട്ട് ലവേഴ്സ് ആയതല്ലേ ഉള്ളൂ, അതിന് മുന്നേ തന്നെ പിരിയേണ്ട അവസ്ഥയും വന്നു. അപ്പോൾ നമ്മുടെ ബോറ പറയും, ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന്. നമ്മളുടെ ഊഹയ്ക്ക് നല്ല സങ്കടമുണ്ട്. ഊഹ പറയും, നീ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും, നമുക്ക് രണ്ടുപേർക്കും എപ്പോഴും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യാം, അതുകൊണ്ട് നീ വിഷമിക്കുകയൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ ട്രെയിൻ കയറാനായിട്ട് പോകും. നമ്മളുടെ ബോറയ്ക്ക് നല്ല സങ്കടമുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്ട്രോങ് ആയിട്ട് ടാറ്റയൊക്കെ കാണിക്കും. എന്നാൽ അങ്ങോട്ട് ട്രെയിൻ എടുക്കുന്നതും നമ്മളുടെ ഊഹയും അകത്ത് നിന്ന് കരയാൻ തുടങ്ങും. അതേപോലെ തന്നെ ബോറയും നല്ല കരച്ചിലാണ്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഊഹയും അതേപോലെ തന്നെ ബോറയും ഉണ്ടല്ലോ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മെയിലൊക്കെ അയക്കുന്ന. അവരെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. അതായത് എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നടന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ
അവിടെയാണെങ്കിൽ നമ്മുടെ ഊഹ ഒരു ദിവസം ബോറയെടുത്ത് പറയും, അതായത് ഞാനിവിടെ എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ട് ഞാൻ നേരെ സിയോളിൽ വരും, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചൊരു കോളേജിൽ പഠിക്കണം എന്ന്. ഇവരാണെങ്കിൽ അങ്ങനെ വലിയ വലിയ പ്ലാനിങ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അവസാനം നമ്മുടെ ബോറയും നമ്മുടെ ഊഹ പറഞ്ഞ അനുസരിച്ച് നല്ല കട്ടിക്ക് പഠിക്കാനായിട്ട് തുടങ്ങും. അവൾ അവസാനം എൻട്രൻസ് എക്സാം ഒക്കെ ക്ലിയർ ചെയ്തിട്ട് ഇവർ ഏത് കോളേജിലാണോ പ്ലാൻ ചെയ്തത് ആ കോളേജിലായിട്ട് തന്നെ സീറ്റും വാങ്ങിക്കും. അങ്ങനെ നമ്മുടെ ബോറയാണെങ്കിൽ ഈ വിവരം അറിയിക്കാൻ വേണ്ടി നമ്മളുടെ ഊഹയ്ക്ക് മെയിൽ അയക്കുന്നതാ. എന്നാൽ അവൻ്റെ അടുത്തൊന്നും ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. ഇവൾ ഒരുപാട് മെസ്സേജ് അയക്കും, എന്നാൽ ഇവനാണെങ്കിൽ ഒന്നിനും റിപ്ലൈ തരത്തില്ല. അതേപോലെ തന്നെ നമ്മുടെ ബോറയ്ക്കാണെങ്കിൽ ഊഹ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾ അവസാനം ഒരു നിവൃത്തിയില്ലാണ്ട് ആ നമ്പറിലും വിളിക്കും, എന്നാൽ ആ നമ്പറിലും കോളൊന്നും കണക്റ്റ് ആവത്തില്ല. നമ്മളുടെ ബോറയ്ക്ക് മനസ്സിലാവത്തില്ല ഇവിടെ എന്തുവാ സംഭവിച്ചതെന്ന്. അങ്ങനെ അവൾ അവസാനം ആ കോളേജിലായിട്ട് ചെന്ന് ചേരും. അവിടുത്തെ ഫസ്റ്റ് ഡേ അവളാണെങ്കിൽ ജേർണലിസം ഗ്രൂപ്പിൻ്റെ അടുത്തായിട്ട് ചെന്ന് നോക്കുമ്പോൾ എന്തുവാ അവിടെയും നമ്മുടെ ഊഹ വന്നിട്ടില്ല. അവൾ വിചാരിച്ചത് അവനൊരു പക്ഷേ ഇവക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് എങ്ങാണാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും എന്നാൽ നമ്മുടെ ഊഹേനെ കാണാൻ നമ്മുടെ ബോറ ഭയങ്കരമായിട്ടും തകർന്നു പോകും. അങ്ങനെ ഫസ്റ്റ് ഇയർ കഴിയും, സെക്കൻഡ് ഇയർ കഴിയും, അവസാനം തേർഡ് ഇയറിലാവും നമ്മുടെ ബോറ. അവളാണെങ്കിൽ ഇപ്പോൾ വലിയ കൊച്ചായില്ലേ, അതുകൊണ്ട് തന്നെ അവളുടെ വീട്ടിലെല്ലാവരും ഇപ്പോൾ കമ്പൽ ചെയ്തുകൊണ്ടിരിക്കുക അവൾ ഏതെങ്കിലും ഡേറ്റിന് പോകണോ എന്ന്. അവസാനം നമ്മുടെ ബോറയാണെങ്കിൽ ഏകദേശം മൂവ് ഓൺ ആയി എന്നൊക്കെയുള്ളൊരു സ്റ്റേജിൽ ഒരു ചെറുക്കനെ കാണാൻ വേണ്ടി വരും. അവൻ്റെ അടുത്താണെങ്കിൽ നമ്മുടെ ബോറ ഇൻട്രൊഡ്യൂസ് ചെയ്യും, എൻ്റെ പേര് ബോറ എന്ന്. അപ്പോൾ അത് കേൾക്കുന്ന ആ ചെറുക്കൻ പറയും, നല്ല പേര്, എൻ്റെ പേര് ഊഹ എന്ന് പറയും. ഇത് കേൾക്കുന്നത് നമ്മുടെ ബോറ ഭയങ്കര ഷോക്കായി പോകും. എന്താണെന്ന് വെച്ചാൽ അവൾ ഇത്രയും നാളും അടക്കി വെച്ചിരുന്ന സങ്കടമല്ല പെട്ടെന്ന് തന്നെ അവളുടെ മൈൻഡിലോട്ട് കയറി വന്നതുപോലെ അവൾ ഭയങ്കരമായിട്ട് കിടന്ന് നിലവിളിക്കാൻ തുടങ്ങും. സത്യം പറഞ്ഞാൽ അവളിപ്പോൾ ഡേറ്റിന് വന്നേക്കുന്ന ചെറുക്കനില്ലേ, അവനാണെങ്കിൽ അങ്ങ് ഭയങ്കരമായിട്ടും പേടിച്ചു പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ബോറയാണെങ്കിൽ വീണ്ടും ഒരു കോളിംഗ് ബൂത്തിലായിട്ട് വന്നിട്ട് നമ്മളുടെ ഊഹ കൊടുത്ത ആ നമ്പറില്ലേ അതിനകത്തായിട്ട് കോൾ ചെയ്യുന്നതാണ്. എപ്പോഴത്തെയും പോലെ തന്നെ ആ നമ്പർ വീണ്ടും കണക്റ്റ് ആവത്തില്ല. അപ്പോൾ നമ്മുടെ ബോറ എവിടെ പറയും, നോക്കിക്കോ ഞാൻ നിന്നെ മറക്കാൻ തന്നെ പോകുന്നത്, നിന്നെ ഞാൻ ഇനി ഒരു കാലത്ത് ഓർമ്മിക്കത്തില്ല, നീ മരിച്ചു പോയെന്ന് തന്നെ ഞാൻ വിചാരിക്കും, അല്ലാണ്ട് ഞാൻ ഇനി നിന്നെ ഓർത്ത് കരയാൻ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ബോറ ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കും. എന്നിട്ട് അവൾ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. ഇപ്പം നമ്മുടെ ബോറയാണെങ്കിൽ കുറച്ച് ഏജൊക്കെ ആയിട്ടുണ്ട്. അവളുടെ ഫേസ് കണ്ടാലേ നമുക്ക് മനസ്സിലാവും. അവളാണെങ്കിൽ അവളുടെ അച്ഛൻ്റെ കടയിലായിട്ട് കയറി വരും. അവിടെയായിട്ട് അവൾക്കൊരു ഇൻവിറ്റേഷൻ കാർഡും ഉണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ജോസഫ് എന്നാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സീഡിയും ഉണ്ട്. നമ്മുടെ ബോറയ്ക്ക് അതെന്തുവാന്ന് അങ്ങോട്ട് മനസ്സിലാവത്തില്ല. അങ്ങനെ അവൾ തീരുമാനിക്കും, അതായത് ആ ലെറ്ററിനകത്ത് കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് ഇല്ലേ അവിടോട്ട് ചെല്ലാം എന്ന്. അവിടെ ചെല്ലുമ്പോൾ എന്തുവാ അതൊരു എക്സിബിഷൻ ഹാളായിരുന്നു. അവിടെയാണെങ്കിൽ നമ്മളുടെ ബോറ നോക്കുമ്പോൾ എന്തുവാ അവൾ കണ്ടിട്ടുള്ള പ്ലം ട്രീയും അതേപോലെ തന്നെ ഊഹയും ബോറയും കൂടി സ്പെൻഡ് ചെയ്ത ചെയറിൻ്റെയൊക്കെ ഫോട്ടോസാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ അവൾ അത് നോക്കിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ഒരാളിങ്ങനെ നടന്നു വരും. ഇത് വേറെ ആരുമല്ല, നമ്മളുടെ ഊഹയുടെ അനിയൻ തന്നെയാണ്. അതായത് ഊഹ പറഞ്ഞ അവൻ്റെ 5 വയസ്സുകാരനായിട്ടുള്ള അനിയൻ. അവനിപ്പോൾ ഇത്രയും വലുതായിട്ടുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മുടെ ഊഹയുടെ അനിയൻ പറയും, സത്യത്തിൽ ഈ CD ആണെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചത് തന്നെ ഒരു 15 വർഷത്തിന് മുന്നെയാണ്. ആ ടൈമിലാണെങ്കിൽ എൻ്റെ ചേട്ടൻ ജീവനോട് കൂടിയില്ല. അതായത് ഞങ്ങൾ വീട് കാലിയാക്കുന്ന സമയത്താണ് ഇത് കണ്ടുപിടിച്ചേ. ഊഹ ഇത് ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് നമ്മളുടെ ബോറ എടുത്തു ചോദിക്കും. അപ്പോൾ നമ്മുടെ ബോറ പറയും, ഇപ്പോഴെങ്കിലും നീ സത്യം പറഞ്ഞല്ലോ, ഞാനിത് അറിഞ്ഞില്ലായിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇപ്പോഴും അവനെ വെറുത്തോണ്ടിരുന്നാനെ, അവനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാനെ. ഇത് കേൾക്കുന്നതും നമ്മളുടെ ഊഹയുടെ അനിയൻ പറയാൻ തുടങ്ങും, എനിക്കും നിങ്ങളെ അന്ന് ഇഷ്ടമേ അല്ലായിരുന്നു. എന്താന്ന് വെച്ചാൽ എൻ്റെ ചേട്ടനാണെങ്കിൽ കൊറിയയിൽ വരാൻ ആഗ്രഹിച്ചത് തന്നെ നിങ്ങളെ മാത്രം കാരണമാണ്. പക്ഷേ എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെ കാരണം മാത്രമാണ് എൻ്റെ ചേട്ടൻ്റെ മെമ്മറീസ് ഇപ്പോഴും ഈ ലോകത്തുള്ളത്. നിങ്ങൾ എൻ്റെ ചേട്ടന് എന്ത് സ്പെഷ്യലായിരുന്നു എന്ന് എനിക്ക് വൈകിയാ മനസ്സിലായേ എന്നൊക്കെ നമ്മുടെ ഊഹയുടെ അനിയൻ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ബോറയാണെങ്കിൽ അവളുടെ വീട്ടിലായിട്ട് വരുന്നതാണ്. അവൾ അവിടെയൊക്കെ അടുക്കി പറക്കുന്നതും നമ്മളുടെ ഈ ഊഹയുടെ അനിയൻ കൊടുത്ത CD-യില്ലേ അതവൾ കാണും. അതങ്ങനെ അവൾ പ്ലേ ആക്കി നോക്കും. അതിനകത്താണെങ്കിൽ നമ്മുടെ ഊഹ കുറേ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് പൂക്കളുടെയും അതേപോലെ തന്നെ പഴയ ബോറയുടെയും. അതിനകത്താണെങ്കിൽ ഒരുപാട് ക്ലിപ്പിങ്സ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ബോറ എന്തുമാത്രം ചൈൽഡിഷ് ആയിരുന്നു, അവളുടെ ചിരിയും കളിയും ഡാൻസും അങ്ങനെ ഓരോന്ന്. അവക്കാണെങ്കിൽ ഇതെല്ലാം കാണുന്നേ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അങ്ങനെ അവൾ വീഡിയോ നോക്കുമ്പോൾ അവസാനമായിട്ട് നമ്മുടെ ഊഹയാണെങ്കിൽ അവൻ്റെ 5 വയസ്സിലുള്ള അനിയനില്ലേ അവനുമായിട്ട് ഇന്നൊരു വീഡിയോ എടുക്കും. അവിടെ നമ്മളുടെ ഊഹ പറയും, ബോറ ഇതാണ് എൻ്റെ അനിയൻ. എന്നിട്ട് അവൻ്റെ അനിയൻ്റെ അടുത്ത് ഇവളുടെ അടുത്ത് ഹായ് പറയാൻ പറയും. അങ്ങനെ നമ്മളുടെ ഈ കൊച്ചനിയനാണെങ്കിൽ ഹായ് ഒക്കെ പറയും. കൂട്ടത്തിൽ തന്നെ നമ്മളുടെ ഊഹ പറയും, ബോറ ഈ വർഷം ഞാൻ ഇവിടെ
സ്പെൻഡ് ചെയ്യുവാണ്. അതേപോലെ തന്നെ അടുത്ത വർഷം നമ്മൾ ഒരുമിച്ചായിരിക്കും, ഇനി മുതൽ എപ്പോഴും നമ്മൾ ഒരുമിച്ചായിരിക്കും എന്നും പറഞ്ഞിട്ട് അവനിങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ ബോറയ്ക്ക് ഭയങ്കര സങ്കടമാവും. അവൾ ഭയങ്കരമായിട്ട് കിടന്ന് കരയാൻ തുടങ്ങും. ഇങ്ങനൊരു സാഡ് എൻഡിങ്ങോട് കൂടിയാണ് കേട്ടോ നമ്മളുടെ ഈ സീരീസ് ഇവിടെ തീരുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളുടെ ലൈഫിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന മൊമെന്റ്സിനെ ചെറിഷ് ചെയ്ത് തന്നെ ജീവിക്കണം. ബോറയ്ക്ക് സംഭവിച്ചതുപോലെ നമ്മളുടെ ലൈഫിലും ഇതുപോലുള്ള റിഗ്രറ്റ്സ് ഒന്നും വരാതിരിക്കട്ടെ. ഈ സീരീസ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കാം. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.